ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലില്ലി എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ലില്ലി, യഥാർത്ഥ പേരല്ല. ഞാൻ 10 വർഷമായി ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് 11 വർഷത്തിന് മുമ്പ് മരിച്ചു പോയതാണ്. പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ഹാർട്ടിന് ചില തകരാറുകളുള്ള ആളായിരുന്നു. പക്ഷേ അത് ഞങ്ങളാരും തിരിച്ചറിഞ്ഞില്ല. എനിക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് എൻ്റെ ഭർത്താവിനെ. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരുമായിട്ട് അത്ര വലിയ സഹകരണമൊന്നുമില്ല. വേറെ ജാതിയിൽപ്പെട്ട ആളുമായിരുന്നു. അവിടെ ഒറ്റ മകനാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്കും ഭർത്താവ് ഒത്തിരി വർഷത്തിന് മുമ്പ് നഷ്ടപ്പെട്ടതാണ്. എൻ്റെ ഭർത്താവ് മാത്രമായിരുന്നു അവരുടെ പ്രതീക്ഷ. 19ാമത്തെ വയസ്സിലുണ്ടായ മകനാണ്. പിന്നെ ഭർത്താവ് മരിച്ചുപോയി. മകൻ്റെ ഇഷ്ടമാണ് സ്വന്തം ഇഷ്ടം എന്നുള്ള രീതിയിലായതുകൊണ്ട് എന്നെ അവർ 2 കൈ നീട്ടി സ്വീകരിച്ചു. എൻ്റെ ഭർത്താവ് ഒരു പാചക വിദഗ്ധനായിരുന്നു. ബേക്കറി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വിദഗ്ധൻ. അദ്ദേഹത്തിന് നല്ല സാലറിയും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും സേവിങ്സ് ഇല്ല. മരിച്ചു പോയതോടുകൂടി ഞങ്ങൾ 3 പേരും വല്ലാത്തൊരവസ്ഥയിലായി. ഞാനാണെങ്കിൽ ജോലിക്ക് പോയിട്ടുമില്ല, അദ്ദേഹം എന്നോട്ട് വിട്ടിട്ടുമില്ല. ഏകദേശം 5-6 മാസമൊക്കെ ഞങ്ങൾ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പ്രശ്നമാകുമെന്ന് മനസ്സിലായി. ജീവിതത്തിൽ ഇനി എന്ത് എന്ന് ഞാനും ഓർത്തു, അമ്മായിയമ്മയും ഓർത്തു. മകൾക്കാണെങ്കിൽ അന്ന് അത്ര വലിയ പ്രായമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് ജോലി ചെയ്ത പല ബേക്കറികളിൽ ഒരു ബേക്കറിയുടെ ഉടമ പുതുതായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു. അവിടേക്ക് എനിക്ക് ജോലി തരാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന്. അങ്ങനെ തന്നെയായിരുന്നു. ആദ്യത്തെ 2 മാസം ഒരു കുഴപ്പവുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങേരുടെ ഭാവം മാറി. അങ്ങേരാണ് എൻ്റെ ഭർത്താവ് എന്നുള്ള മട്ടിൽ എന്നെ ശാസിക്കുകയും സ്നേഹിക്കുകയും അനുവാദമില്ലാതെ തൊടുകയും ഒക്കെ ചെയ്തു. എനിക്കാകെ പേടിയായി. ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്? വലിയ പണക്കാരനാണ്, ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. എന്നിട്ടും എന്നോടെന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? ചില സമയത്ത് ക്യാമ്പിലൊക്കെ വിളിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായ സ്നേഹപ്രകടനങ്ങളാണ്. എനിക്ക് ഭയമായി തുടങ്ങി. പിന്നെ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് പൂർണ്ണമായി ഒരു കാര്യങ്ങൾക്കും പറ്റില്ല. എന്നാലും അങ്ങേർ എന്നെ നിർബന്ധിക്കും തോന്നി. ഒരു ദിവസം ഞാൻ തീരുമാനമെടുത്തു, ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകുന്നില്ല. അമ്മായിയോട് ഇത് പറയണമല്ലോ. അങ്ങനെ ഞാൻ അമ്മായിയോട് പറഞ്ഞു, അമ്മേ, ഇനി അവിടെ പോയിട്ട് കാര്യമില്ല, വേറെന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം. സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ ഇങ്ങനെയാണ് പെരുമാറുന്നത് പറഞ്ഞു. അമ്മയ്ക്കും അറിയാവുന്ന ആളാണ്. അപ്പോൾ അമ്മായിയമ്മ എന്നോട് പറഞ്ഞു, മോളെ, ഈ കാര്യം ഞാൻ സംസാരിക്കാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ജോലി എങ്ങനെയുണ്ട്? കുഴപ്പമില്ലമ്മേ. ഹാർഡ് വർക്ക് ആണോടി? ഏയ്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല. സാലറിയോ? അത് അമ്മയ്ക്ക് അറിയാമല്ലോ. 10-15,000 രൂപ കിട്ടുന്നുണ്ട്. അത് നല്ലതല്ലേടി. ഏത് സൂപ്പർ മാർക്കറ്റിലാണ് അത്രയും കിട്ടുക ഈ ചെറിയ പണിക്ക്? അത് ശരിയാ. പക്ഷേ അങ്ങയുടെ മനസ്സിൽ ഇങ്ങനൊരു മോഹമാണെന്ന് ആരറിഞ്ഞു അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ എന്നോട് പറഞ്ഞു, എടി, നീ ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് എവിടെ പോയെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വല്ല സർക്കാർ ജോലി കിട്ടണം. അതിനി എങ്ങനെ കിട്ടാനാ? അപ്പോൾ ഞാൻ അങ്ങനെ സഹിക്കണമെന്നാണോ അമ്മ പറഞ്ഞത്? ഞാൻ വേറൊരു കാര്യം നിന്നോട് സത്യസന്ധമായി ചോദിക്കാം. എന്താ അമ്മേ, ശരിക്കും നിൻ്റെ ഭർത്താവാണോ സുന്ദരൻ? അയാളാണോ സുന്ദരൻ? അത് പിന്നെ പണക്കാരനായ അങ്ങേര് ഇപ്പോഴും സൗന്ദര്യമുള്ള ആളാണ്. മറ്റു പല പെണ്ണുങ്ങൾക്കും അങ്ങനെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങേരുടെ തോളിലേക്ക് ചെന്ന് കയറുന്ന പെണ്ണുങ്ങൾ വരെയുണ്ട്. അപ്പോൾ കാണാനൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നിനക്ക് രണ്ടാമത് നീ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞ അമ്മ എന്തേ പറഞ്ഞത്? എനിക്കങ്ങനെ താല്പര്യമൊന്നുമില്ല. എൻ്റെ മകളെ വളർത്തി ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അമ്മായിയമ്മ എന്നോട് പറഞ്ഞു, എടി, അങ്ങനെയൊക്കെ ആദ്യം പറയും. കുറേ കാലം കഴിയുമ്പോഴേക്ക് എന്താണെന്നറിയാമോ, എന്തെങ്കിലുമൊക്കെ മോഹം തോന്നും. അപ്പം ഒരുത്തിനെ കിട്ടും. അവൻ വന്നിട്ട് പിന്നെ പ്രശ്നമാകും. അല്ലെങ്കിൽ നിൻ്റെ മകളോട് വേറെ എന്തെങ്കിലും രീതിയിൽ പെരുമാറും. അത് കുളമാകും. എന്തായാലും ആഗ്രഹം കൊണ്ടാണേ വേറൊരാൾ വേണം തോന്നുന്നത്. ഇപ്പം ഇത്രയും സുന്ദരനായ ഒരാൾ, ഒത്തിരി പെണ്ണുങ്ങൾ മോഹിക്കുന്ന ആൾ, അങ്ങനെ ഒരുത്തൻ നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഇപ്പം തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങേരോട് ഒട്ടി നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ആരും അറിയരുത് എന്ന് മാത്രമേ ഉള്ളൂ. അത് അങ്ങേര് നോക്കിക്കോളും. അങ്ങേർക്കല്ലേ ആരും അറിയാതിരിക്കാനുള്ളൊരാവശ്യം? ഭാര്യ മക്കളൊക്കെ ഉള്ള ആളല്ലേ. അതുകൊണ്ട് നീ അവിടെ അങ്ങ് ജോലി ചെയ്യുക. അങ്ങേര് വിളിക്കുമ്പോൾ പോവുക. സൊള്ളുകയാണെങ്കിൽ സൊള്ളുക. അങ്ങേര് വിളിക്കുന്ന സമയത്ത് ഒരരയന്നപ്പെടയെ പോലെ നീ അങ്ങ് പോവുക. പെണ്ണിനെ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അമ്മ എന്ത് ബുദ്ധിമോശമായി പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ബുദ്ധിമോശമല്ല, ബുദ്ധിയാണ്. എന്തായാലും നീ വേറെ തന്നെ കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. നിനക്ക് നന്നായി ജീവിക്കാൻ പറ്റും. പക്ഷേ നീ ആദ്യമേ അങ്ങനോട് പറയണം, കൊഞ്ചുന്നതും കുണുങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എനിക്കും കിട്ടണം പണം എന്നുള്ള രീതിയിൽ തന്നെ ആദ്യമേ ഡീല് പറയുക. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഞഞ്ഞാ പറയരുത് എന്നുള്ള കാര്യം ആദ്യമേ ഉറപ്പിക്കുക എന്ന് അമ്മായിമ്മ പറഞ്ഞു.
അമ്മായിമ്മ ഇത് നിസ്സാരമായി പറഞ്ഞത് കേട്ട് അത്ഭുതത്തോടു കൂടി ഞാൻ അവരെ നോക്കി. അവർക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ല. എൻ്റെ അമ്മായിമ്മ ഒരു കുടുംബിനിയാണെന്നാണ് ഇത്ര വർഷമായിട്ട് എനിക്ക് മനസ്സിലായത്. അവരിങ്ങനെ എന്തിനാ സംസാരിക്കുന്നത്? ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, എടീ, കുടുംബിനി നിന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിനക്കും നിൻ്റെ മകൾക്കും നന്നായി ജീവിക്കുക. അപ്പോൾ അമ്മയ്ക്ക് ജീവിക്കണ്ടേ? ആ, എനിക്ക് കൂട്ടത്തിൽ ജീവിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ബുദ്ധി പറഞ്ഞു തരുന്നത്. എന്നാലും അമ്മയായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ ഭർത്താവിനെയൊക്കെ മറന്ന് കുട്ടിയെ മറന്ന് ഇതിനൊക്കെ തയ്യാറാകുമോ? എടീ, ഇത്ര വലിയ കാര്യങ്ങളൊന്നും ഇതിൻ്റെ പേരിൽ പറയേണ്ട കാര്യമില്ല. കാര്യം ഇതൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കണ്ട. അവനവൻ തന്നെ അങ്ങ് മാനേജ് ചെയ്യുക, പണം ഉണ്ടാക്കുക, നന്നായി ജീവിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ പ്രയോജനമില്ലാത്ത കാര്യത്തിന് മോൾ ഇറങ്ങരുത്. ഇറങ്ങിക്കഴിഞ്ഞാൽ മുത്തും ചിപ്പിയും പവിഴം കൂടെ നീ വാരിക്കൊണ്ട് വരണം. ഒന്ന് ഓർക്കുക, അവൻ്റെ സൂപ്പർ മാർക്കറ്റ് മിടുക്കുണ്ടെങ്കിൽ നിൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങിക്കാൻ നിനക്ക് കഴിയണം. അത്രയും മിടുക്ക് നീ പുറത്തെടുക്കണം. ഒന്ന് പോവാമേ, എനിക്കത്ര മിടുക്കൊന്നുമില്ല. മിടുക്കില്ലെന്ന് ആര് പറഞ്ഞു? സ്വന്തം ഭർത്താവിനോട് നിനക്ക് വലിയ മിടുക്കായിരുന്നല്ലോ. നിൻ്റെ നാക്ക് ഒന്ന് പുറത്തിടുമ്പോഴേക്കും അവൻ അടങ്ങി നിൽക്കുമല്ലോ. അപ്പം നിൻ്റെ മിടുക്ക് എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവടി. എൻ്റെ മോൻ്റെ അടുത്ത് നിൻ്റെ കളിയാട്ടമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നല്ലോ. പുറത്തെടുക്കാൻ നിനക്ക് എന്താ മടി? അങ്ങ് എടുക്കടി, എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കുന്നത് എന്ന് പറഞ്ഞു. അമ്മ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. എന്നെ കൊണ്ടാവുമായിരുന്നെങ്കിൽ ഈ സമയത്ത് ഞാൻ ഇറങ്ങിയേനെ. പക്ഷേ എനിക്ക് പ്രായമൊക്കെ ആയില്ലേ. നിനക്കല്ലേ ഇപ്പോഴും സൗന്ദര്യമുള്ളത്. സൗന്ദര്യമുള്ള പെണ്ണുങ്ങളുടെ പുറകെ ആണുങ്ങൾ വരും. അത് കീശയിലെ കാശാക്കേണ്ടത് പെണ്ണിൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും, തുറന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, എങ്കിൽ പിന്നെ ഞാനെന്തിനാണ് അങ്ങനെ എതിർക്കുന്നത്? അവിടെ പോകുമ്പോൾ എന്താണോ പുള്ളിയുടെ ഇഷ്ടം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. അതിന് എനിക്ക് ബെനിഫിറ്റുകൾ വേണം. മോളെ സ്കൂളിൽ വിടാനുള്ള പൈസ, അങ്ങനെ പല കാര്യങ്ങളും മേടിക്കണം എന്ന് ഞാൻ മനസ്സിൽ കണ്ടു. പിറ്റേ ദിവസം മുതൽ ഞാൻ കുറച്ചുകൂടി നന്നായി ഒരുങ്ങിയാണ് ചെന്നത്. പുള്ളിക്കാരന് ആവേശം കൂടി. ഞാൻ സുന്ദരിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാൻ പറഞ്ഞു, സൗന്ദര്യം കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? ഒന്നുമില്ല. വെറുതെ സാറിങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഗുണമാവുള്ളത്? എൻ്റെ ജീവിതം ഇങ്ങനെ എരിഞ്ഞു തീരുകയല്ലേ. അപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്ക് എന്താവശ്യമുണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി. നിന്നെ ഞാൻ നല്ലപോലെ സഹായിക്കാം. പക്ഷേ എൻ്റെ ഭാര്യ, അവൾ ഒന്നും അറിയരുത്. നീ ആരോടൊന്നും പറയരുത്. ഈ ബന്ധം രഹസ്യമായിരിക്കണം. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരുമെന്ന് ഞാൻ പറഞ്ഞു. സാറും അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. ഇതൊന്നും ആരും അറിയരുത്. എനിക്ക് വളർന്നു വരുന്നൊരു മകളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡം തുടങ്ങിയത്. പുള്ളി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ഭാര്യ അവർ വലിയ പണമുള്ളൊരു തറവാട്ടിലേതാണ്. പക്ഷേ അവർക്ക് ഭർത്താവിനോട് തിരിച്ച് ഒരു സ്നേഹവുമില്ല. ഭർത്താവ് എന്ത് കൊടുത്താലും അവർ സ്വീകരിക്കും. പക്ഷേ തിരിച്ചെന്തെങ്കിലും ഒരു സ്നേഹപ്രകടനം കാഴ്ചവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി സ്വീകരിക്കില്ല. കൈകൾ കൊണ്ട് ഒരു കുലുക്കിക്കുത്ത് പോലും നടത്താത്ത സ്ത്രീയാണ് ഭാര്യയെന്നും കുറേ കാലമായി കഴിഞ്ഞപ്പോഴേക്കും ജീവിതം മടുത്തെന്നും വ്യത്യസ്തകൾ തേടിയാണ് മറ്റുള്ളവരോട് ഒരു താല്പര്യം തോന്നിയെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അതൊക്കെ ശരിയായിരിക്കും, പറയാൻ പറ്റില്ല. ചില പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. സഹകരണം തീരെ കുറവ്. സഹകരണ പ്രസ്ഥാനം എന്താണെന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഭർത്താവ് പ്രേമിച്ചത് കൊണ്ട് ഞങ്ങൾ നല്ല കോർപ്പറേഷനിലെ കോർപ്പറേഷനാണ് ഞങ്ങൾ. തൽക്കാലം ഭർത്താവിൻ്റെ സ്മരണകളായി നിലനിൽക്കട്ടെ. ഇവിടെ ആക്ഷൻ പ്ലാനുകൾ എടുത്ത് അമ്മായിമ്മയുടെ ആശീർവാദത്തോടു കൂടിയാണ് ഞാൻ രംഗത്തേക്ക് ഇറങ്ങിയത്. അമ്മായിമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഷിഫ്റ്റ് അങ്ങ് മാറ്റണമെന്ന് സാറിനോട് ഞാൻ പറഞ്ഞു. ചുമ്മാ, അതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. രാവിലെ 8 മണിക്ക് കയറിയിട്ട് ഞാനൊരു 2:30-3 മണിയാകുമ്പോഴേക്ക് ഇറങ്ങും, വീട്ടിലേക്ക് പോകും. അപ്പോൾ സാറ് കാത്തു നിൽക്കും. ആ സമയത്താണ് ഞങ്ങൾ സാറിൻ്റെ പല പല പ്ലോട്ടുകളുമുണ്ട്. ഒത്തിരി ഫ്ലാറ്റും കാറും ഒക്കെയുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മായിമ്മ കൂട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്ത് പറഞ്ഞാലും എവിടെയും ഞാൻ റെഡിയായിരുന്നു. അദ്ദേഹത്തിന് പല വ്യത്യസ്തമായ ആഗ്രഹങ്ങളുമുണ്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ചില കാടുകളിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകും. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് റബ്ബർ തോട്ടമുണ്ട്. അവിടെ ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങളുമുണ്ട്. ആ പാറക്കൂട്ടങ്ങളൊക്കെ അദ്ദേഹം തുറസായ സ്ഥലങ്ങളിലെ മണിയറയായി മാറ്റുകയായിരുന്നു. അതൊക്കെ എനിക്ക് വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ശമ്പളത്തിൻ്റെ 2 ഇരട്ടി അദ്ദേഹം എനിക്ക് കയ്യിൽ വെച്ച് തരും. അതുകൊണ്ട് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റി. വീട് പുതുക്കി പണിഞ്ഞു. ഞങ്ങൾക്ക് നല്ലൊരു സമ്പന്നത കൈവന്നു. പക്ഷേ ഞാൻ എപ്പോഴും സൂപ്പർ മാർക്കറ്റിലെ ജോലി ഉപേക്ഷിച്ചതേയില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവിടെ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മറവിൽ മറ്റു കാര്യങ്ങൾ നടന്നു പോവുകയുള്ളൂ.
എൻ്റെ മകളെ അമ്മായിമ്മ മാനം ചെയ്തു. അമ്മ താമസിച്ച് വന്നാലും നേരത്തെ പോയാലൊന്നും അവൾക്ക് പ്രശ്നമില്ല. എല്ലാ അമ്മ ജോലിക്ക് പോയിരിക്കണമെന്നാണ്. അപ്പോൾ അവൾ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾക്കും നല്ല പണമുണ്ട്. അമ്മ ജോലിക്ക് പോകുന്നു, പൈസ ലാവിഷായിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ വളർന്നു. എന്തായാലും ഡിഗ്രി ആയി കഴിഞ്ഞപ്പോഴേക്കും അവളെ സാറ് പറഞ്ഞ കോളേജിലാണ് ചേർത്തത്. അവിടെ അവൾക്ക് ചോദിച്ച വിഷയത്തിന് അഡ്മിഷനും അദ്ദേഹം വാങ്ങിച്ചു കൊടുത്തു. ആദ്യകാലങ്ങളിലൊക്കെ സാറിന് ധാരാളം ചുറ്റുക്കളികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോകെ പോകെ എന്നോട് മാത്രമാണ് ഇഷ്ടമെന്നാണ് പറഞ്ഞത്. ഞാൻ അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ഞാൻ വെറുതെ വിടും. എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത് ഏകദേശം 8 മാസത്തിന് മുമ്പാണ് മാഡം. ഞാൻ ഒരു ദിവസം വെറുതെ നിന്നപ്പോൾ പുള്ളിക്കാരനോട് വന്ന് പറഞ്ഞു, എടി ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ഒരു ടൂർ പോകാം. നീ നാളെ അങ്ങ് അവധി എടുക്കുക, അവധിയാണെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. എവിടെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് വാഗമണ്ണ് പോകാം, ഇവിടുന്ന് 40 കിലോമീറ്ററല്ലേ ഉള്ളൂ, പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു പോകാം, പ്രശ്നമൊന്നുമില്ലല്ലോ, വിനോദസഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലമാണ്, നമ്മളെ വിട്ട് ആർക്കും അറിയുകയില്ല, ഒരു പ്രശ്നവുമില്ല. അമ്മായിമ്മയോട് ഞാൻ കാര്യം പറഞ്ഞു, മോളോട് ഇന്ന് സ്റ്റോക്കിൻ്റെ ഡേ ആണ്, അതുകൊണ്ട് ഞാൻ ഒത്തിരി താമസിച്ച് വരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു അവളും. എന്തായാലും അവൾക്ക് കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അമ്മായിമ്മ ചെയ്തു കൊടുക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. അമ്മായിമ്മ ഇപ്പോഴും നല്ല ആരോഗ്യവതിയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വാഗമൺ പോയി അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ എല്ലാ സെറ്റപ്പുമുണ്ട്, അവിടെ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സാറും കൂടെ അവിടെ പോയിട്ട് ഒരു 4:30-5 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരാം എന്നുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തത്. അന്നത്തെ ദിവസം വളരെ മനോഹരമായിരുന്നു. കാര്യം ഈ തണുപ്പുള്ള പ്രദേശത്ത് ചെല്ലുമ്പോഴില്ലേ അദ്ദേഹത്തിന് എന്തോ വല്ലാത്തൊരു ആവേശമാണ്. അത് എനിക്കും ആവേശം കൂട്ടും. സത്യം പറഞ്ഞാൽ വർഷങ്ങളായി ഞങ്ങൾ പ്രണയത്തിലൂടെ പോകുന്ന ഇണയരണ്യങ്ങളെപ്പോലെ ആയിരുന്നു. കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും ഒരു 4 മണി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പോകാമെന്ന്. അദ്ദേഹവും അത് സമ്മതിച്ചു. കാര്യം ഭാര്യ വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാറിൽ കയറി തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ഥലമായപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നമുക്കൊരു ചായയൊക്കെ കുടിക്കാമെന്ന്. അതിനെന്താ ആകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വഴി സൈഡിലെ ഒരു ചായക്കടയിൽ നിർത്തി. അവിടെ നല്ല എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് കുറച്ച് ആൾക്കൂട്ടമുണ്ട്, അകത്തിരുന്ന് കുടിക്കാം. ഞങ്ങൾ രണ്ടുപേരും പുറത്തു നിന്ന് ഒരു പേപ്പർ പ്ലേറ്റിൽ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ചായയും വാങ്ങിച്ച് അകത്തേക്ക് ചെന്നു. അകത്ത് ചെന്ന് ഞങ്ങൾ അവിടെ ഇരുന്നു. ചുറ്റുമുള്ളവരെയൊന്നും നോക്കിയില്ല. പക്ഷേ സാറാണെങ്കിൽ എന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് തമാശ പറഞ്ഞ് ഒരു ഉഴുന്നോടെ മുറിച്ച് എൻ്റെ വായിൽ വെച്ച് തന്നു. എനിക്ക് ചെറിയ ചമ്മൽ തോന്നി. കാര്യം ചെറിയ പ്രായത്തിലുള്ള പിള്ളേരൊക്കെയാണ് അടുത്തൊക്കെ ഇരിക്കുന്നത്. എന്തെങ്കിലും ആകട്ടെ, അവർക്കിപ്പോൾ ഭാര്യ ഭർത്താവാണെന്ന് തോന്നിയാൽ പോരെ, അവരോട് ഓരോ സല്ലാപത്തിലാണ്. പക്ഷേ പെട്ടെന്ന് ഞാൻ എൻ്റെ കണ്ണ് പാളി കഴിഞ്ഞപ്പോഴേക്കും ഒരു കാഴ്ച കണ്ടു മാഡം. എൻ്റെ മകളും വേറൊരു ചെക്കനും കൂടെ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. ഞാനത് കണ്ട് ഞെട്ടി. എടീന്ന് വിളിക്കാൻ ഞാൻ ആഞ്ഞപ്പോഴേക്കും അവളും എന്നെ കണ്ടു. രണ്ടുപേരും സ്തബ്ധരായിപ്പോയി. ഇവൾ കോളേജിൽ പോയതല്ലേ, ഇവിടെ എങ്ങനെ വന്നു ഈ ചെക്കനുമൊത്ത് എന്ന് ഞാനും. അമ്മ സ്റ്റോക്ക് എടുക്കാൻ പോയിട്ട് ഇവിടെ വന്നിരുന്ന് ഉഴുന്നുവട കഴിക്കുകയാണോ എന്ന് അവൾ ഓർത്ത് കാണും. രണ്ടുപേരും ഞെട്ടിപ്പോയി. അവൾ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കാണെങ്കിൽ ദേഷ്യം തിളഞ്ഞു മറിഞ്ഞ് നിൽക്കുകയാണ്. സാറാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും സാറിന് മനസ്സിലായല്ലോ അവൾ എൻ്റെ മോളാണെന്ന്. പുള്ളി വീടിനടുത്തെങ്കിലും വരാറില്ലെങ്കിലും എൻ്റെ മുതലാളി സാറാണെന്നറിയാം. എനിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനാണെന്നോ മറ്റോ പറയാം എന്ന് ഞാൻ വിചാരിച്ചു. നീ എന്താടി ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ ചൂടായി. അപ്പോൾ അവൾ എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞാൻ സ്റ്റോക്ക് എടുക്കാൻ വന്നതാണ്. കോളേജിൽ ചില സാധനങ്ങളുണ്ട്, അതിൻ്റെ സ്റ്റോക്ക് അതെടുക്കാൻ വേണ്ടി വന്നതാണ്. ദേ എൻ്റെ സുഹൃത്തായതെന്ന്. ഞാൻ ചോദിച്ചു, ഇവിടെ നിനക്ക് എന്ത് സ്റ്റോക്ക് എടുക്കാനാണ് കോളേജിൽ? നീ ആരാ സ്റ്റോക്കിസ്റ്റോ? അമ്മയ്ക്ക് മാത്രം സ്റ്റോക്ക് എടുത്താൽ മതിയോ അമ്മേ? ഞങ്ങൾക്കും അവിടെ ക്ലബ്ബൊക്കെ ഉണ്ട്, അതിൻ്റെ സ്റ്റോക്ക് എടുപ്പുണ്ട് എന്ന് അവൾ എന്നോട് പറഞ്ഞു. ഇനി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കും, ഇവിടെ വെച്ച് വഴക്കാകും. ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിൻ്റെ കൂടെ ഉള്ളവനോട് പറ അമ്മയുടെ കൂടെ കാറിൽ ഞാൻ തിരിച്ചു പോവാണെന്ന്, കാർ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും അവൾ പോയി പറഞ്ഞു ആ ചെക്കനോട്. ആ ചെക്കന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്തായാലും സാറിനും സിറ്റുവേഷൻ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി. ഞാൻ മുന്നിലിരിക്കുകയാണ്, അവൾ പുറകിലും.
കാർ വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കാൻ തുടങ്ങിയത്, എടീ നിന്നെ എന്തിനാണോ ഞാൻ വളർത്തിയത്? ഈ ചെക്കൻ്റെ കൂടെ നീ എന്തിനാണ് ഇവിടെ കറങ്ങാൻ വന്നത് ഇത്രയും ദൂരെയെന്ന്? അപ്പോൾ അവളെന്നോട് തിരിച്ചു ചോദിച്ചു, അമ്മ എന്തിനാണ് കറങ്ങാൻ പോയത്? അപ്പോഴേക്ക് സാറ് പറഞ്ഞു, ഞങ്ങൾ കറങ്ങാൻ വന്നതല്ല മോളെ, നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ഓർഗാനിക്കായിട്ടുള്ള ചില സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഡീല് ഉറപ്പിക്കാൻ വേണ്ടി വന്നതാണെന്നും. അവൾ അപ്പോൾ പറയുകയാണ്, ആ ഡീല് പണ്ടേ ഉറപ്പിച്ചതാണെന്ന് എനിക്കറിയാമല്ലോ. മുള്ളും മുനയും വെച്ച് അവൾ സംസാരിക്കുന്നു. നീ എന്തടി ചോദിച്ചതിന് തറുതല പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പറയേണ്ടടുത്ത് ഞാൻ പറയും, എൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമല്ലോ. പിന്നെ എനിക്കും ആ ചെക്കന് മറ്റേ യാതൊരു പ്രേമവുമില്ല. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവനൊരു ദിവസം റിലാക്സ് ആകാൻ വേണ്ടി വിളിച്ചു, ഞാൻ വന്നു, ഞങ്ങളിവിടേക്ക് ചുറ്റിക്കണ്ടു, തിരിച്ചു പോകുന്നു, അല്ലാതെ ഞങ്ങൾ വേറെ എങ്ങും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറെ എങ്ങാണ്ട് പോയെന്നോടി നീ ഉദ്ദേശിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അവൻ എനിക്ക് വായിലെങ്ങും വടയൊന്നും വെച്ച് തന്നിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാറ് പൊട്ടിച്ചിരിച്ചു. ഓ, ഒരു വടയൊക്കെ വായ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ മോളെ, അതൊന്നും പ്രണയമൊന്നുമല്ല, അതൊക്കെ ഒരു സഹവർത്തിത്വമാണ്, ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതൊന്നുമല്ല, എനിക്കറിയാം, അമ്മയുടെ പോക്കൊക്കെ ഞാൻ രഹസ്യമായി കണ്ടുപിടിച്ചതാണ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻസൊക്കെ എനിക്ക് നേരത്തെ അറിയാം, എന്നോട് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അതായത് എൻ്റെ അമ്മായിയമ്മ അവളോട് ഏകദേശം 2 വർഷത്തിന് മുമ്പ് അമ്മ എങ്ങനെയാണെന്നും അമ്മയുടെ നാൾ വഴികൾ എന്താണെന്നും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇത്രയും പണം അമ്മ ഉണ്ടാക്കുന്നത് ഏത് ബന്ധത്തിൽ കൂടിയാണെന്നുള്ളതും അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ആ കഥകളെല്ലാം ഞങ്ങളുടെ 2 പേരുടെ മുന്നിൽ വെച്ചിട്ട് അവൾ മണിമണിയായിട്ട് ചോദിച്ചു. അതോടുകൂടി കാർ യാത്ര ഒരു വല്ലാത്ത യാത്രയായി. സാറിനും അത് ആദ്യ ഷോക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും ആകട്ടെ, നിൻ്റെ അച്ഛൻ മരിച്ചു പോയതിൽ പിന്നെ നീ ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുന്നത് ഞങ്ങളുടെ ഈ ബന്ധം കൊണ്ടല്ലേ, അപ്പോൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഞാൻ ഒന്നിനെയും കുറ്റം പറയുന്നില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ അവകാശമുണ്ടെങ്കിൽ എനിക്കും അവകാശമുണ്ട്. അതിന് ഇത്രയും വലിയ ബിൽഡപ്പ് ഒന്നും ആവശ്യമില്ല. എനിക്ക് പല സ്ഥലങ്ങളിലും കറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ ഒരിക്കലും എന്നെ കൊണ്ടുപോയിട്ടില്ല. പണമുണ്ടായിട്ട് എന്താ കാര്യം എന്നവൾ പറയുകയും ചെയ്തു. എന്തായാലും പിന്നെ ബാക്കിയൊക്കെ അവളോട് സംസാരിച്ചത് സാറാണ്. അങ്ങനെ ബന്ധത്തിൽ അകപ്പെട്ടു പോയി. 2 പേർക്ക് ഫാമിലിയൊക്കെ ഉള്ളതാണ്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ കൊടുത്തു. നീ കൊച്ചു പെൺകുട്ടിയാണ്, നിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ മുതിർന്ന ആളാണ്, അവർക്ക് അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാൻ അറിയാം. നീയും അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും കാണില്ലായിരിക്കാം, പക്ഷേ ചെറുപ്രായത്തിൽ ഇങ്ങനെ നടക്കുന്നത് ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഒരു ഇംപ്രഷൻ സാറിനോട് തോന്നി. അങ്ങനെ വായങ്ങടച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മായിയമ്മയും ഞാനും മോളും എല്ലാം കൂടെ അവിടെ ഭയങ്കര വാക്കുതർക്കമായിരുന്നു. അമ്മ എന്തിനാ ഇതൊക്കെ ഇവളോട് പറയാൻ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അത് പിന്നെ എന്നാലും അവൾ അറിയേണ്ടതല്ലേ, അവൾ അറിയട്ടെ, പ്രായപൂർത്തിയായല്ലോ, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അവളും അമ്മയുടെ നാൾ വഴികളൊക്കെ ഒന്ന് മനസ്സിലാകട്ടെ, കുഴപ്പമില്ല, ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴേക്കും അവൾക്ക് നേരിടാനറിയാം. നീ വിചാരിക്കുന്ന പോലെ അവൾക്ക് അബദ്ധമൊന്നും പറ്റില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾ പിന്നെ കറങ്ങാൻ പോയത് എന്നോട് പറഞ്ഞിട്ടാണ്. ആ ചെക്കൻ അവളുടെ ഫ്രണ്ട് മാത്രമാണ്, വെറുതെ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മോൾ എന്നോട് പറയുമെന്ന് അമ്മായിമ്മ പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിമ്മ എന്നെയും കുളമാക്കി, അവളെയും കുളമാക്കി. പിറ്റേ ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സാർ എന്നോട് ചോദിച്ചു, അവളെങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സമാധാനം ചൊക്കെ ഇരിക്കുകയാണ്. എന്തായാലും അവളുടെ നമ്പർ ഇങ്ങോട്ട് താ, ഞാൻ അവളോടൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ. അവൾ എല്ലാം മാനേജ് ചെയ്യാൻ പഠിക്കണ്ടേ, എന്ത് ചെയ്യാനായിനി, നമുക്കും റിസ്ക് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൺമുന്നിൽ വെച്ച് എന്നെ വിളിച്ച് സംസാരിച്ചു. അവൾ സ്നേഹമായിട്ട് തന്നെയാണ് പെരുമാറിയത്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. മോള് എല്ലാം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ എന്നവൾ പറയുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പ്രശ്നമൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഞാനങ്ങ് മറന്നുപോവുകയും ചെയ്തു. 2 മാസത്തിന് മുമ്പ് ഒരു ദിവസം മകൾ എന്നോട് പറഞ്ഞു, അമ്മയോട് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന്. ഞാൻ ചോദിച്ചു എന്താണെന്ന്. സാറിൻ്റെ കാര്യമാണെന്നും. എന്താടി സാറിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറയുകയാണ്, അവൾക്ക് പുള്ളിയോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോഴേക്കും വല്ലാത്ത ഒരു അട്രാക്ഷൻ തോന്നുന്നു, അടുപ്പം തോന്നുന്നു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, നിൻ്റെ അച്ഛൻ്റെയൊക്കെ പ്രായമാകാറായ ഒരാളല്ലേ, അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല, നിനക്ക് ഒരു ഫാദർ ഇല്ലല്ലോ, അതുകൊണ്ടുള്ള ഒരടുപ്പമായിരിക്കും തോന്നുന്നതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഫാദർ എപ്പോഴും ഫാദർ തന്നെയാണ്, എനിക്ക് പുള്ളിയോട് അങ്ങനെ ഒരു അടുപ്പമല്ല തോന്നുന്നത്. പുള്ളിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അട്രാക്ഷനാണ് തോന്നിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുള്ളിയോട് ലവ് പോലെ എന്തോ ആണ് എന്ന് അവളിനോട് പറഞ്ഞു.
അത് കേട്ട് ഞാൻ അടിപിടി ഞെട്ടിപ്പോയി. ഞാൻ അവളെ കണക്കറ്റ് ശകാരിച്ചു. അമ്മായിമ്മയോട് പറഞ്ഞു. അമ്മായിമ്മ പറഞ്ഞു, എടി മോളെ, അങ്ങേർക്ക് ഇത്തിരി പ്രായമൊക്കെ ഉള്ളതല്ലേ, നിനക്ക് നിന്റെ സമപ്രായക്കാരല്ലേ പ്രേമിക്കേണ്ടത്. അപ്പോൾ മോള് പറയുകയാണ്, അങ്ങനൊന്നുമില്ല, ഇഷ്ടം തോന്നുന്നതിനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ പുള്ളിക്കാരനോട് അങ്ങോട്ട് കയറി പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാണണമെന്ന്. പക്ഷെ പുള്ളി അത് ശരിയാകില്ല, വേണ്ടെന്ന് പറയുകയാണ്. അമ്മ തന്നെ പറയണം അദ്ദേഹത്തോട് എന്നെ വന്നൊന്ന് കാണാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വാഗമണ്ണിൽ കറങ്ങാൻ പോകണമെന്ന്. എനിക്കിതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അടിമുടി വിറച്ചു വന്നു. ഞാൻ ചോദിച്ചു, നിനക്കെന്താ പെണ്ണെ, വട്ടു പിടിച്ചോ? പെണ്ണ് നാഗവലി കയറിയതുപോലെ ഓരോന്ന് പറയുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവളെ തിരുത്താൻ പറ്റില്ലെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. എന്തായാലും സാറ് അവളോട് അങ്ങനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഉടനെ തന്നെ ഞാൻ സാറിനെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇവളെന്നോട് അനാവശ്യമായ അടുപ്പം കാണിക്കുന്നുണ്ട്, എനിക്കിങ്ങോട്ട് അയച്ച മെസ്സേജൊക്കെ നീ കണ്ടോ എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്തയച്ചു. അപ്പോഴാണ് മാഡം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. എൻ്റെ മകൾ ഒരു സ്ത്രീയും പറയാത്ത വർത്തമാനമാണ് പറഞ്ഞത്. സാറിനെ അവൾക്കൊന്ന് കാണണമെന്നും അതുമാത്രമല്ല അവൾക്ക് ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ വേണം, ആദ്യമായി വേലിക്കെട്ട് തകർത്ത് ഒരു അന്യലോകത്ത് ചെല്ലാൻ എന്നൊക്കെ അവൾ പച്ചയായി പറഞ്ഞിരിക്കുകയാണ്. ഒത്തിരി അങ്ങനെയുള്ള മെസ്സേജ് ഉണ്ട്. ശരിക്കും ഞാൻ ആകെ തകർന്നു പോയി. എൻ്റെ ചെയ്തികളൊക്കെ എനിക്ക് തന്നെ ബൂമറാങ്ങായിട്ട് വന്ന് ഭവിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. പക്ഷേ എൻ്റെ മകള് പിന്നോട്ട് മാറുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. നിരാഹാര സമരം വരെ നടത്താൻ അവൾ തയ്യാറായി. കൈവിട്ടു പോയെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് അമ്മായിയമ്മയും വെപ്രാളപ്പെട്ട് പറഞ്ഞു, ഇനി മുന്നും പിന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. എന്തായാലും കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ, അവൾക്കറിയാലോ അത്രയും മുതിർന്ന ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന്. പെണ്ണിന് തലയ്ക്കകത്ത് എന്തെങ്കിലും കയറിക്കാണും അങ്ങേരോടുള്ള ഇഷ്ടം. അതങ്ങ് സാധിച്ചു കഴിയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലായിക്കൊള്ളൂടി. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാനേജ് ചെയ്യാം. സാറുണ്ടല്ലോ, പൈസയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ വാശിയും വൈരാഗ്യവും അങ്ങ് കളമോളെ എന്നൊക്കെ പറഞ്ഞു. അന്ന് രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചു. പെണ്ണാണെങ്കിൽ ഒറ്റക്കാൽ നിൽക്കുകയാണ്, ഒറ്റ മകളേ ഉള്ളൂ. എന്താണ് ഇങ്ങനെ തോന്നാൻ? ഇനിയിപ്പോൾ എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടതുകൊണ്ട് തോന്നിയതായിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അവസാനം പുള്ളിക്കാരനോട് പറഞ്ഞപ്പോൾ പുള്ളി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുഴപ്പം വന്നിട്ട് കാര്യമില്ല, പെണ്ണിൻ്റെ കിളി പോയ അവസ്ഥയിലാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം സമ്മതിച്ചത്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടാണ് മാഡം വാഗമണ്ണി പോയത്. അതേ പ്രോപ്പർട്ടിയിൽ എൻ്റെ മകൾക്ക് വല്ലാത്ത ത്രില്ലും ഉത്സാഹവുമായിരുന്നു. എന്തായാലും അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ എൻ്റെ പ്രിയ സുഹൃത്തും പ്രിയ പാർട്ണറുമാണ്, നിൻ്റെ സാക്ഷിയില്ലാതെ ഇങ്ങനൊരു കാര്യത്തിന് എനിക്ക് വയ്യാന്ന്. അങ്ങനെ അവസാനം ഞാനും കൂടി ചേർന്ന് നിൽക്കേണ്ടി വന്നു മാഡം. മകൾ കന്നിക്കൊയ്ത്ത് നടക്കുമ്പോൾ അമ്മ പാടശേഖരത്തിൽ വെള്ളം തെളിച്ചു വിട്ടു. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതിയെങ്കിലും അവൾ വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ അവർ തമ്മിലാണ് കൂടുതൽ അടുപ്പം. എൻ്റെ മകൾക്ക് പ്രണയം ബാധിച്ചതുപോലെയാണ്. സാറിപ്പോൾ എന്നോട് അവളെക്കുറിച്ചിട്ട് കുഴപ്പമില്ല, ഇനി അവളെ ശരിയാക്കുക എന്നൊന്നും പറയാറില്ല. അദ്ദേഹവും അവളുമായിട്ട് നല്ല കൂട്ടായി മാഡം. ഞങ്ങൾ 3 പേരും കൂടെ പോകാറുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പോൾ അവൾക്കാണ് സ്ഥാനം. ഞാൻ അമ്മായിമ്മോട് പറഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, നിന്നെ കണ്ട സൂപ്പർ മാർക്കറ്റ് എഴുതി വാങ്ങിക്കാൻ കഴിഞ്ഞില്ല, നിൻ്റെ മോളെ കൊണ്ട് കഴിയും എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടതിൽ നല്ല ഖേദമുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്, സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നിങ്ങളെ ഇങ്ങനൊരു കാര്യത്തിൽ, അത് ഭർത്താവ് മരിച്ചുപോയി വെറുതെ നിന്നപ്പോഴേക്കും നിങ്ങളോട് വളഞ്ഞു വഴി ഉപദേശിച്ചു തന്ന നിങ്ങളുടെ അമ്മായിമ്മ തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാരി. അത് കഴിഞ്ഞ് കൊച്ചുമകളോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവളെയും അവർ കണ്ടത്തിലേക്ക് ഓടിച്ചു വിട്ടു. അവർക്കായ കാലത്ത് എങ്ങനെയായിരുന്നു അവരുടെ ജീവിതമെന്ന് ആർക്കറിയാം. എന്തായാലും കുശാഗ്ര ബുദ്ധിയായ നിങ്ങളുടെ അമ്മായിമ്മയാണ് ഇതിൻ്റെ എല്ലാം ബേസിക് കാര്യം. പിന്നെ മകളീ പറഞ്ഞതുപോലെ അമ്മയുടെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഓർത്ത് കാണും, ഇത്രയും പണമുള്ള ഒരാൾ അമ്മതേക്ക് ഇറങ്ങി നടക്കുന്നു. അപ്പോൾ അമ്മയോട് ചെറിയൊരു അസൂയ തോന്നിക്കാണും, പറയാൻ പറ്റില്ല. കാര്യം അവൾ ആ സമയത്ത് ആരുമായിട്ട് പ്രണയത്തിലൊന്നും ആയിരിക്കില്ല. അവൾക്ക് ഈ ഒരു കാര്യത്തിൽ അസൂയ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങേരോട് ചെറിയൊരു പ്രണയം പോലെ തോന്നിക്കാണുമായിരിക്കാം. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെയാണ്, അല്ലെങ്കിൽ എത്തിപ്പിടിക്കേണ്ട നല്ലൊരു പുളിങ്കൊമ്പാണ് അദ്ദേഹം എന്നോ മറ്റു തോന്നിക്കാണും. അമ്മയ്ക്കാകാമെങ്കിൽ എനിക്കുമാകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് ഏത് പെൺകുട്ടികളുടെയും ഒരു സ്വഭാവമാണ്. എന്തായാലും പിന്നീട് അവസാനം വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കും അത് സമ്മതിക്കേണ്ടി വന്നു. ഒരു അമ്മയായി നിങ്ങൾ വാശി പിടിച്ചതുമില്ല. അപ്പം പിന്നെ നിങ്ങൾ തന്നെ ഇത് മാനേജ് ചെയ്യേണ്ടി വരും, അല്ലാതെ പറ്റില്ല.
പതുക്കെ ഇനി പറഞ്ഞ് മനസ്സിലാക്കി അങ്ങേർക്ക് പ്രായമാകുമ്പോൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയോ അബദ്ധങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുകയോ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഫേസ് ചെയ്യേണ്ടി വരും. ഒത്തിരി ടെൻഷൻ അടിക്കാതെ ഇനി കരുതിക്കൂട്ടി നയപരമായിട്ട് അവളോട് പെരുമാറിയിട്ട് അവളെ പതുക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് എടുക്കാനേ പറ്റുകയുള്ളൂ. അത് പെട്ടെന്നൊന്നും പറ്റില്ല, മനസ്സിലായോ?